ഷൂട്ടിംഗ് ഒക്കെ അവസാനിച്ചപ്പോഴത്തേക്കും ഗായയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അവൾക്കും ജലദോഷമൊക്കെ ആയതുകൊണ്ട് തന്നെ ആകെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. സോങ്ങിനേക്കാളും സൗന്ദര്യം കൂടുതലൊക്കെ നിനക്കുണ്ടെങ്കിലും അവളെക്കാളും പ്രായം കുറവാണെങ്കിലും സോയിന് ഇഷ്ടം സോങ്ങിനെ ആണെങ്കിലോ എന്നൊക്കെ സെക്രട്ടറി ചോദിക്കുന്നുണ്ടെങ്കിലും ആരും അങ്ങനെ പറയുന്നത് പോലും അവൾക്ക് ഇഷ്ടമായിരുന്നില്ല. അവൾക്കും പനിയാണെന്നൊക്കെ പറഞ്ഞിട്ട് സൂന് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ സൂ ആകട്ടെ നിനക്ക് എങ്ങനെയുണ്ട്, നീ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്നൊക്കെ അവൾക്ക് റിപ്ലൈ നൽകുമ്പോഴത്തേക്കും അവളുള്ള സ്ഥലത്തിന്റെ അഡ്രസ് ഒക്കെ അയച്ചു കൊടുക്കുന്നു. സോ എന്റേതാണ്, നീ അവനെ തട്ടിയെടുക്കുവാനായിട്ട് ശ്രമിക്കരുതെന്ന് ഗായോ എല്ലാവരുടെ മുമ്പിൽ വെച്ച് സോങ്ങിന്റെ അടുത്ത് പറയുകയാണ്. കുട്ടിക്കാലം മുതൽ തന്നെ സു എന്റേതാണെന്നൊക്കെ പേരൻസ് പറഞ്ഞതായിരുന്നു. മാത്രല്ല ഞങ്ങളുടെ എൻഗേജ്മെന്റ് പോലും കഴിഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഗായോ നിൽക്കുകയാണ്. നീ പറയുന്നതെല്ലാം തന്നെ കുട്ടിക്കാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ അല്ലേ? അങ്ങനെ ഒന്നുമല്ല കുറച്ചുകൂടി മുതിർന്നു കഴിയുമ്പോഴത്തേക്കും. എന്തായാലും അവൻ എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ സോങ് പറയുമ്പോഴത്തേക്കും ഗായോനെ അന്വേഷിച്ചുകൊണ്ട് അവിടേക്ക് സൂവും എത്തിയിട്ടുണ്ടായിരുന്നു. സൂവിനെ കാണുമ്പോൾ തന്നെ ഗായോ സൂവിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. അവൾക്ക് പനിയാണെന്നൊക്കെ പറഞ്ഞിട്ട് സൂവിന്റെ കൈ പിടിച്ചിട്ട് അവളും അവളുടെ നെറ്റിയിലൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും അവിടേക്ക് ഹാൻ കൂടി എത്തുന്നു. ഹാനെ കണ്ട് കഴിയുമ്പോൾ തന്നെ അവിടെ ആയിട്ട് തന്നെ സോങ്ങും ഉണ്ടായിരിക്കുമെന്ന കാര്യം അവൻ ഉറപ്പിക്കുകയാണ്. ഗായയ്ക്ക് പനിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് എങ്ങനെയുണ്ടെന്ന് അറിയുവാനായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ ഒന്നും തന്നെ ഇല്ല എന്നൊക്കെ സോങ്ങിനോട് ചെന്ന് പറയുന്നു. പക്ഷെ ഈ ഒരു കാര്യങ്ങൾ ഒന്നും തന്നെ സോങ് വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, അവളും ധൃതിയിൽ ഇറങ്ങിപ്പോകുന്നു. പിറകെ ചെല്ലുന്ന സുവാകട്ടെ അവൾ എന്റെ അടുത്ത് കള്ളം പറഞ്ഞതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നോ. അതൊക്കെ പോട്ടെ, നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ എന്നൊക്കെ അവളോട് ചോദിക്കുമ്പോഴത്തേക്കും ഞങ്ങളോട് ബഡ്ജറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഗയോനെ പോലെയുള്ള ഒരു മോഡലിനെ കിട്ടുമെന്ന് വിചാരിച്ചതേ അല്ല. എന്തായാലും നീ കാരണം അതിന് സാധിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളും പോകുവാൻ നോക്കുന്നു. നീയും ഗയോയും തമ്മിലുള്ള എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞതാണെന്നാണ് അവൾ എന്റെ അടുത്ത് പറഞ്ഞത്. നീ പറയുന്നതാണോ അതോ അവൾ പറയുന്നതാണോ സത്യമെന്ന സംശയത്തിലാണ് ഞാൻ ഉള്ളതും. ഒരു കാര്യം ചെയ്യുക, നിനക്ക് എന്നെ വേണമെന്നുണ്ടെങ്കിൽ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ഉണ്ടാക്കുവാനായിട്ട് സോങ്ങും സൂവിന്റെ അടുത്ത് പറയുന്നു. സോങ്ങിന്റെ അച്ഛൻ സോങ്ങിനെ കൂട്ടിക്കൊണ്ടു വരുവാനായിട്ടൊക്കെ ടാങ്ങിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ടാങ് വന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും സോങ്ങും ടാങ്ങിന്റെ ഒപ്പം പോകുന്നു. സോങ്ങിന്റെ അച്ഛന്റെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുവാനായിട്ടായിരുന്നു ടാങ്ങും പോയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇനി സോങ്ങിനും ഒന്നും തന്നെ വാങ്ങിക്കുവാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ടാങ് ആകട്ടെ അവൾക്കും കൂടി വേണ്ടിയിട്ട് കേക്കും മറ്റു ഗിഫ്റ്റും എല്ലാം തന്നെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സോങ്ങും ടാങ്ങും ഇപ്പോൾ വീട്ടിലൊക്കെ എത്തിയിരിക്കുകയാണ്. അവർ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നു. അതിനിടയ്ക്ക് അച്ഛനും ഒരു ചെറിയ സ്പീച്ചൊക്കെ നടത്തുന്നുമുണ്ട്. സോങ് എപ്പോഴും വിവാഹത്തിന് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കാറ്. പക്ഷെ അച്ഛനും അമ്മയും ഒരു ദിവസം മരിക്കുന്നതായിരിക്കും. ആ ഒരു സമയത്ത് സോങ് തനിച്ചാകുമെന്ന വിഷമം മാത്രമാണ് അച്ഛൻ ഇപ്പോഴും ഉള്ളത്. അതൊക്കെ കേൾക്കുന്ന അമ്മയാകട്ടെ, നീ എത്രയും വേഗം ഒരു ബോയ് ഫ്രണ്ടിനെയൊക്കെ കണ്ടെത്തണം. അതിനുശേഷം ഞങ്ങൾക്ക് പേരക്കുട്ടികളെ നൽകണമെന്നൊക്കെ പറയുകയും പിന്നീട് സോങ്ങിനെയും ടാങ്ങിനെയും കൂടി ഒന്നിപ്പിക്കുവാനായിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അതിന്റെ ഇടയ്ക്ക് പറയുന്നുമുണ്ട്. സോങ്ങിനെ അന്വേഷിച്ച് അവളുടെ വീട്ടിലൊക്കെ എത്തുന്നു. പക്ഷെ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നുമില്ല. തിരിച്ചു പോകുന്ന വഴിക്ക് നിനക്ക് ശേഷം ഞാൻ മറ്റാരെയും തന്നെ ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ ടാങ് പറയുമ്പോഴത്തേക്കും അവളാകട്ടെ, നമുക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. എന്റെ പേരൻസ് പറഞ്ഞതൊന്നും നീ കാര്യമായിട്ട് എടുക്കേണ്ടതായിട്ടില്ല എന്നൊക്കെ അവളും അറിയിക്കുന്നു. അവളും അവളുടെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ അവൾ പ്ലാൻ ചെയ്തതിനെ കുറിച്ച് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും നിനക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് പറയുവാനായിട്ട് മടിക്കരുതെന്ന് അവൻ പ്രത്യേകമായിട്ട് പറയുന്നുമുണ്ട്. ഈ ഒരു സമയത്തെല്ലാം തന്നെ എന്തെങ്കിലും മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടോ എന്നായിരുന്നു അവൾ നോക്കിയത്. പക്ഷെ ഒരു മെസ്സേജും അവൾ കാണുന്നില്ല. പിന്നീട് വീട്ടിലൊക്കെ എത്തുന്ന സമയത്ത് ടാങ്ങും അവളോട് നിൽക്കുവാനൊക്കെ പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് കാണുന്നു. ഇത്രയും നേരം ടാങ്ങിന്റെ ഒപ്പം ആയിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ കയ്യിലൊക്കെ പിടിച്ച ആ ഒരു നിരാശയിൽ പോകുന്നു. നീ ഉള്ളത് ഏത് സിറ്റുവേഷനിലാണെങ്കിലും നിന്നെ ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് ടാങ്ങും പോകുകയാണ്. ഷിയാനും ടാങ്ങിനെ കാണുവാനായിട്ട് എത്തുന്നു. അവനും ഇത്തവണ ഒരുപാട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത്രയ്ക്ക് ഹാർഡ് വർക്ക് ഒന്നും നീ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് ടാങ്ങും അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ ചെയ്യിക്കുന്ന കാര്യത്തിലും സംശയമാണെന്നൊക്കെയാണ് ടാങ് പറയുന്നത്. സോങ്ങിന് ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് സോങ് ഇപ്പോൾ സൂവിന്റെ പിറകെയൊക്കെ പോയിരിക്കുന്നത്. ആ ഒരു കൺഫ്യൂഷൻ എല്ലാം തന്നെ ഞാൻ മാറ്റി സോങ്ങിനെ തിരിച്ച് അങ്കിൾ ടാങ്ങിന്റെ മുമ്പിലൊക്കെ എത്തിക്കുന്നതായിരിക്കുമെന്നൊക്കെ അവനും പറയുകയാണ്. സോങ്ങുമായിട്ട് റിലേഷൻഷിപ്പിലാകുന്നതിൽ നിന്റെ ഒരു ഹെൽപ്പും എനിക്ക് ആവശ്യമില്ല. എന്നിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് ഉള്ളതെന്നൊക്കെ ടാങ് പറയുന്നുണ്ട്. എങ്കിൽ പോലും അങ്കിൾ എന്നൊക്കെ വിളിച്ച് സുഖിപ്പിച്ചത് കൊണ്ട് തന്നെ അവന് അവന്റെ പ്രൊജക്ട് പേപ്പറിലൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുകയാണ് ടാങ്ങും. ഹാനും സോങ്ങിന്റെ അടുത്ത് ബർത്ത്ഡേനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ ടാങ് ഉണ്ടായിരുന്നു എന്നും ടാങ് തനിക്ക് കൊടുക്കാനായിട്ട് ഗിഫ്റ്റ് പോലും മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നുമുള്ള കാര്യമൊക്കെ സോങ്ങും അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കെ
ഗായോയും സുവും തമ്മിലുള്ള എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞതാണെന്ന് അവൾ പറഞ്ഞല്ലോ. അതിലെ സത്യം വല്ലതും ഉണ്ടോ എന്നൊക്കെ ഹാൻ ചോദിക്കുകയാണ്. ആ ഒരു കാര്യം കള്ളമാണെന്നായിരുന്നു സു പറഞ്ഞിട്ടുണ്ടായിരുന്നതെങ്കിലും സത്യം എന്താണെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുകയില്ലല്ലോ എന്നൊക്കെ സോങ്ങും ചോദിക്കുന്നു. ഇപ്പോൾ ഗയോ വന്നു. നാളെ മറ്റാരെങ്കിലും വന്നാലോ? നീ എന്തായാലും അവനെ നന്നായി തന്നെ വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ഹാനും അറിയിക്കുകയാണ്. പിന്നീട് ഇപ്പോൾ പുതിയൊരു ബ്രാൻഡുമായിട്ടൊക്കെ നമ്മൾ ഒന്നിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റുഡിയോയുടെ സെറ്റപ്പ് മൊത്തത്തിലൊന്ന് മാറ്റിയാലോ എന്നൊക്കെ ഹാൻ ചോദിക്കുകയാണ്. എന്തായാലും ആ ഒരു കാര്യത്തോട് സോങ്ങിന് യോജിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഷോപ്പ് മൊത്തത്തിലൊന്ന് പുതുക്കുവാനായിട്ട് പോകുകയാണ് എന്നും ലോ ബഡ്ജറ്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ സഹായികളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളും വീചാറ്റിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നു. ഹാനിന്റെ ആ ഒരു പോസ്റ്റ് ഒക്കെ കാണുന്ന ലൂവും സഹായിക്കാമെന്ന് ഏൽക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇത് വലിയ പാടുള്ള വർക്കൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ തന്നെ കൊണ്ട് ഇത് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നും ഫ്രീ ആയിട്ട് തന്നെ ചെയ്ത് തരാമെന്നും ലൂവും പറയുന്നു. അങ്ങനെ സഹായിക്കുവാനായിട്ട് ആളെ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ലൂവിന്റെ പേര് ഹാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈയിടെ ആയിട്ട് ലൂവിന്റെ പേര് നീ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാറുണ്ടല്ലോ. എന്തോ ഒരു തരികടൊക്കെ മണക്കുന്നുണ്ട് എന്ന് അവളും പറയുകയാണ്. പക്ഷെ ഹാനും ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമാണെന്നൊക്കെ സോങ്ങിനെ അറിയിക്കുന്നു. സോയിന് ടാങ്ങിനെ കുറിച്ചൊക്കെ സോങ്ങിന്റെ അടുത്ത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അവനും പലതവണ സോങ്ങിന് മെസ്സേജ് ഒക്കെ അയക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് സെൻഡ് ചെയ്യുവാനായിട്ട് അവന് തോന്നുന്നില്ല. അങ്ങനെ ഇരിക്കാണ് ലോവും സോങ്ങിന്റെ ഷോപ്പൊക്കെ പുതുക്കാനായിട്ട് പോകുകയാണ് എന്നും ഞാൻ അവിടേക്ക് പോകുന്നുണ്ട് നീയും വരുന്നുണ്ടോ എന്നുമൊക്കെ സോവിന്റെ അടുത്ത് ചോദിക്കുന്നത്. പക്ഷെ സുവും ആ ഒരു പരിപാടിക്ക് പോകുവാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ലു ബാക്കിയുള്ള കുറച്ച് ആളുകളെയും കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ടൊക്കെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ റെഡിയായി എത്തിയിട്ടുള്ള അവരാകട്ടെ ആദ്യം തന്നെ റെഡിയായി നിൽക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ടീം ലീഡിനെയും കിട്ടിയെന്ന് പറഞ്ഞ് അവർ 4 പേരും കൂടി അവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ അവർ സോങ്ങിന്റെ ഷോപ്പിലേക്കും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഓരോ ആളുകളും ഓരോരോ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുടിയിലൊന്നും പെയിന്റ് പറ്റാതിരിക്കുവാനായിട്ട് ഹാനും പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഒരു തൊപ്പിയൊക്കെ അവർക്ക് നൽകുന്നുണ്ട്. ആ ഒരു തൊപ്പിയൊക്കെ ലൂവിന് കൊടുക്കുവാനായിട്ട് ഹാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഡ്രസ്സിന് മാച്ച് ആക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ലൂവും അത് ഇടാതെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കെ സു ഊരി വെച്ചിരുന്ന ഷർട്ടൊക്കെ സോങ്ങും എടുത്ത് അടുക്കിയൊക്കെ വെക്കുന്നു. ഹാനും തൊപ്പിയൊക്കെ ഇപ്പോൾ സോങ്ങിനെ ഏൽപ്പിച്ചതിന് ശേഷം അത് സൂവിന് നൽകുവാനായിട്ട് ആവശ്യപ്പെടുന്നു. സോങ് കൊടുക്കുന്ന തൊപ്പിയൊക്കെ സൂവും ഇടുന്നുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഓരോരുത്തരുടെയും അടുത്ത് ചെന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമായിട്ടുണ്ടോ എന്നൊക്കെ സോങ് ചോദിക്കുന്നുണ്ട്. പക്ഷെ മനഃപൂർവ്വമായിട്ട് തന്നെ അവളും സൂവിനെ അവോയ്ഡ് ചെയ്യുന്നു. ഇനി അവൾക്ക് കുടിക്കുവാനായിട്ട് ഹാൻ വെള്ളമൊക്കെ നൽകുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ആൾക്കാർക്ക് കുടിക്കുവാനായിട്ട് അവൾ ബോട്ടിലിലൊക്കെ വെള്ളം നൽകുമ്പോഴത്തേക്കും സോങ്ങും ഓരോ കുപ്പിയൊക്കെ ആയിട്ട് ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു. പക്ഷെ സൂവിന് കുടിക്കുവാനായിട്ട് കുപ്പി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ സോങ്ങിന് കൊടുത്ത വെള്ളമൊക്കെയാണ് സൂവും കുടിക്കുന്നത്. അത് കാണുമ്പോഴത്തേക്കും സോങ്ങിന് പോലും ചിരി വരുന്നു. ഹാൻ എല്ലാവർക്കും ടവലൊക്കെ നൽകുന്നുണ്ട്. പക്ഷെ സൂവിനുള്ള ടവല് സോങ്ങിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. സോങ്ങും ടവലൊക്കെ കൊണ്ടുപോയി കൊടുക്കുവാൻ നേരത്താണ് അവന്റെ കയ്യിൽ പെയിന്റ് ഒക്കെ ഉള്ളത് അവൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോങ് ആണ് അവന് വിയർപ്പൊക്കെ തുടച്ചു കൊടുക്കുന്നത്. ഇനി ലൂവും ടവലൊന്നും മേടിക്കാതെ എന്റെ കൈയും ചീത്തയായിട്ടൊക്കെ ഇരിക്കുകയാണ് എന്ന് ഹാനിനെ അറിയിച്ചു കഴിയുമ്പോഴത്തേക്കും കുറച്ചു നേരത്തേക്കാണെങ്കിലും ഹാനും അവന്റെ വിയർപ്പൊക്കെ തുടച്ചു കൊടുക്കുന്നു. ഇവരുടെ കൂടെയുള്ള ഒരാൾക്ക് എസ്കേപ്പ് റൂം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ആളാകട്ടെ ലൂവിനോട് എസ്കേപ്പ് റൂമിൽ വെച്ചിട്ട് ഹാൻ എപ്പോഴും നിന്നെ തന്നെ നോക്കുകയായിരുന്നു എന്ന കാര്യമൊക്കെ ഇപ്പോൾ ലൂവിനെയും അറിയിക്കുകയാണ്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ലൂവിന് നാണം വരുന്നു. ഇനി സോങ്ങിനെ തനിച്ച് കിട്ടുമ്പോഴത്തേക്കും സ്വാകട്ടെ അവളോട് ഇന്നലെ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ക്ഷമ ചോദിക്കുകയാണ്. അതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ തന്നെ ഗയോ വെറുതെ ഓരോ കള്ളങ്ങളൊക്കെ പറയുന്നതാണെന്നുള്ള കാര്യം എനിക്ക് അന്നേ മനസ്സിലായതായിരുന്നു. പിന്നെ നീയും ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും എനിക്ക് കുറച്ച് ദേഷ്യമൊക്കെ നിന്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ നീയും നിന്റെ ഫ്രണ്ട്സും കൂടി വന്ന് ഇവിടെ എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നത് കൊണ്ട് തന്നെ ഞാനും നിന്നോട് ക്ഷമിക്കുകയാണെന്നൊക്കെ അവളും അറിയിക്കുന്നു. അവനും ടാങ്ങിനെ കുറിച്ചൊക്കെ അവളുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ഇന്നലെ എന്റെ അച്ഛന്റെ ബർത്ത്ഡേ ആയിരുന്നു. അച്ഛനും ടാങ്ങിനെ വീട്ടിലേക്കൊക്കെ ക്ഷണിച്ചു. പിന്നെ നീ ടാങ്ങിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. ഞാൻ ഒരിക്കലും പുറകോട്ട് ചിന്തിക്കുന്ന ആളല്ല. കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞത് മാത്രമാണെന്ന് പറഞ്ഞ് അവളും നിൽക്കുന്നു. ഷിയോനെ ഒരാൾ കോൾ ചെയ്തിട്ട് ഒരു പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അവനും ക്രെഡിറ്റ് പോയിന്റ്സ് ഒക്കെ അതിനുണ്ട് എന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും പ്രോഗ്രാമിൽ പങ്കെടുക്കാമെന്ന് പറയുന്നു. സൂപ്പർ മോഡൽ എന്ന പേരുള്ള ഒരു റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഷിയോനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. 5 മോഡൽസ് ഉണ്ട്. ആ 5 മോഡൽസിനും 5 ഫോട്ടോഗ്രാഫേഴ്സിനെ വെച്ചതാണ്. പക്ഷെ ഇപ്പോൾ ആകട്ടെ ഒരു മോഡലിന്റെ ഫോട്ടോഗ്രാഫറിനെ മാത്രം ഇവിടെ എത്തിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. സോ ആ ഒരു ഫോട്ടോഗ്രാഫറിന് പകരമായിട്ട് നിനക്ക് വരുവാനായിട്ട് സാധിക്കുമോ എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. എന്തായാലും അവൻ അതിന് സമ്മതിക്കുന്നു. പക്ഷെ അവിടെ വെച്ച് ഷിയോ ഗയോനെ കാണുകയാണ്. അപ്പോൾ മാത്രമായിരുന്നു അവൻ ഫോട്ടോ എടുക്കുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന മോഡല് അത് ഗയോ ആണെന്നുള്ള സത്യം അവൻ മനസ്സിലാക്കുന്നത്.
കഴിഞ്ഞ തവണ സോങ്ങിന്റെ കടയിലൊക്കെ വന്ന സമയത്ത് നീ എന്നെ പറ്റിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? നീ അപ്പോൾ സോങ്ങിന്റെ കൂടെയുള്ള ആളാണ് എന്റെ ശത്രുവാണ് അല്ലേ എന്നൊക്കെ ഗയുവും ചോദിക്കുന്നു. എനിക്കും സൂയിനും ഇടയ്ക്ക് സോങ് വന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ സൂ എന്റെ ബോയ് ഫ്രണ്ട് ആയേനെ എന്നൊക്കെ ഗയു പറയുമ്പോഴത്തേക്കും ഒരു കാര്യം ചെയ്യാം, നമുക്ക് പാർട്ട്നേഴ്സിനെ മാറാം. ഞാൻ മറ്റേതെങ്കിലും മോഡലിന്റെ അടുത്ത് പോയിക്കോളാം എന്നൊക്കെ ഷിയോ പറയുന്നുണ്ട്. പക്ഷേ അതിന്റെ ആവശ്യമില്ല. നീ എന്റെ ഒപ്പം തന്നെ വേണമെന്ന് ഗയുവും ആവശ്യപ്പെടുന്നു. സോ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.